തിരുവനന്തപുരം കൗൺസിലർ ഓഫീസിൽ പുതിയ നെയിം ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ശാസ്തമംഗലം വാർഡ് മെമ്പർ ആർ ശ്രീലേഖ. MLA VK പ്രശാന്തിന്റെ നെയിം ബോർഡിന് മുകളിലായിട്ടാണ് കൗൺസിലർ അവരുടെ ബോർഡ് സ്ഥാപിച്ചത്. നെയിം ബോർഡിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർ ശ്രീലേഖയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് അഭിഭാഷകൻ പരാതി നൽകിയ സംഭവത്തിലും അവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. MLAയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. അനന്തര നടപടിക്ക് പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയെന്നാണ് അറിയുന്നത്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത് എന്നും അവർ ഫേസ്ബുക്കിൽ പറഞ്ഞു. ശ്രീലേഖയുടെ വാക്കുകൾ നോക്കാം. ഡിസംബർ 31 വളരെ തിരക്കേറിയ ദിവസമായിരുന്നു. ഒട്ടേറെ പേരെന്നെ കാണാൻ വന്നിരുന്നു. കുറേയധികം സ്നേഹ സമ്മാനങ്ങളും കിട്ടി. കുറേയധികം കാര്യങ്ങൾ ചെയ്തു. തിരക്കിനിടയിൽ ന്യൂ ഇയർ ഡിന്നറും ഉണ്ടാക്കി. അതിലും തിരക്കായി ന്യൂ ഇയർ ദിവസത്തിന്റെ അന്ന് പുതിയ കൗൺസിലർമാർക്കുള്ള ട്രെയിനിംഗ് പരിപാടിയിലും പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ സെലിബ്രേഷനിലും പങ്കെടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കേൾക്കുന്ന വാർത്ത ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്നതാണ്. MLAയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി അത് തുറന്നു എന്നാണ് പറയുന്നത്. എനിക്കെതിരെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടക്കണമെന്നാണ് പരാതി. ഈ പരാതി DGPക്ക് തുടർ നടപടികൾക്കായി അയച്ചുവെന്നും അറിഞ്ഞു. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്. അഭിഭാഷകൻ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. കോർപ്പറേഷന് ഒരു അപേക്ഷ നൽകി കൗൺസിൽ അംഗീകരിച്ച് രേഖാപരമായി അനുവാദം നൽകിയാൽ മാത്രമേ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ കാര്യാലയത്തിലെ കെട്ടിടത്തിൽ ശ്രീലേഖയ്ക്ക് ഓഫീസ് തുറക്കാൻ നിയമപരമായി കഴിയുകയുള്ളൂ എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. തനിക്ക് ഓഫീസ് റൂം ഉണ്ടെന്ന് അവകാശപ്പെട്ട് അവിടെ എത്തിയത് ചട്ടലംഘനം ആണെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അതെന്തായാലും ചട്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും. എന്നാൽ ഒരു വാർഡിൽ ജയിച്ച ശേഷം ഈ മുൻ IPS ഓഫീസർ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ തൃശൂർ MP സുരേഷ് ഗോപി സാറിനെയാണ് ഓർമ്മ വരുന്നത്. MLA ഇരിക്കുന്നതിനേക്കാൾ സൗകര്യമുള്ള വലിയ മുറി ഒരു വാർഡിലെ സാധാ മെമ്പറിന് എന്തിനാണ്? പൊതുവെ വാർഡ് മെമ്പർമാർ വലിയ ഓഫീസൊക്കെ ഇട്ടിരിക്കുന്ന പതിവ് കണ്ടിട്ടില്ല. വീട് ദൂരെ ആണെങ്കിൽ ചിലരുടെ സൗകര്യാർത്ഥം ചെറിയ സംവിധാനം ഉണ്ടാക്കുമെന്നേ ഉള്ളൂ. വാർഡ് മെമ്പർ എന്നാൽ ആ പ്രദേശത്തെ ആളുകളുമായും ദൈനംദിന കാര്യങ്ങളിൽ ചേർന്ന് പോകേണ്ട ആളാണ്. രാവും പകലുമൊക്കെ അവിടുത്തെ ജനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് ഓരോ വാർഡിലെ പ്രതിനിധികൾ. അതായത് ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് ഒരു വാർഡ് മെമ്പർ. സാധാരണ വാർഡ് മെമ്പർ തന്റെ വാർഡിലെ ആളുകളെ അങ്ങോട്ട് പോയി കാണുകയാണ് പതിവ്. എല്ലാ കാര്യങ്ങളും നേരിൽ കണ്ടാണ് പലപ്പോഴും വാർഡ് മെമ്പർമാർ സാധാരണയായി പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു വാർഡ് മെമ്പർക്ക് MLAയുടെ ഓഫീസ് ഒഴിയാൻ പറയാനുള്ള ഒരു അവകാശവുമില്ല. അവിടുത്തെ മേയർക്ക് തന്നെ അങ്ങനെ ഒരു നീക്കം നടത്താൻ അവകാശമോ അധികാരമോ ഇല്ല. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി അവരെക്കാൾ ഉയർന്ന പ്രോട്ടോകോളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരാളോട് ഈ രീതിയിലല്ല പെരുമാറേണ്ടത്. ഇലക്ഷൻ സമയത്തൊക്കെ വെല്ലുവിളിയും യുദ്ധവും ഒക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ MLAയും വാർഡ് മെമ്പറും ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്. എന്നെ കാണാൻ ഒരുപാട് പേർ വരും. അവർക്കൊക്കെ ഇരിക്കാൻ എൻ്റെ വീട്ടിലെ ഓഫീസിൽ സ്ഥലമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLA ഒഴിഞ്ഞു തരണം എന്നൊക്കെ പറയുന്നത് കടന്ന കൈയാണ്. ശ്രീലേഖ മാഡം പണ്ട് IPS ഓഫീസർ ആയിരുന്നപ്പോൾ ഒരുപാട് ആളുകളും പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രമുഖരുമൊക്കെ വന്നു കാണും. എന്നാൽ ഒരു വാർഡിലെ കൗൺസിലർ ആയാൽ കാണാൻ വരുന്നത് സാധാരണ ജനങ്ങളാണ്. അവരുടെ റോഡിലെ പട്ടിശല്യം, അയൽക്കാരന്റെ മരം വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു, പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു, റോഡിലെ കുഴികൾ അടക്കണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ പരാതികൾ. അല്ലെങ്കിൽ വാർദ്ധക്യ വിധവ ക്ഷേമ പെൻഷൻ ആവശ്യപ്പെട്ടും ആളുകൾ വരും. സമൂഹത്തിലെ അടിസ്ഥാന വർഗമാണ് വാർഡ് മെമ്പറെ കാണാൻ കൂടുതലും എത്തുന്നത്. അവർക്ക് ഇരിക്കാൻ വിശാലമായ ഓഫീസ് ഒന്നും വേണ്ട. അവരുടെ പരാതികൾ എന്തായാലും അത് കേൾക്കാൻ ശ്രമിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഒരു വാർഡ് മെമ്പർ ചെയ്യേണ്ടത്. അവരെ പ്രജകളായി കാണാതിരിക്കുക. അല്ലെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കുള്ളതിന് സമാനമായ ഒരു പട്ടം മാഡത്തിനും ചാർത്തി കിട്ടാൻ അധികം നാളൊന്നും വേണ്ടിവരില്ല.